ഉഹുദിൽ ഇസ്ലാമിൻ പതാകയേന്തി മിസ്അബ് നബിയൊപ്പം പടക്കിറങ്ങി. ശത്രു മിസ്അബോർ കൈകൾ വെട്ടി ക്ഷണമേ ഷഹീദായി നിലത്തു വീണു. നബിയോർ അതു കണ്ട് തരിച്ചു നിന്നു. സ്വഹബത്തുടൻ കാഫൻ പുടാതീരഞ്ഞു. കിട്ടിയവർക്കൊരു ചെറിയ തുണി തലയോ മറച്ചു കാൽവെളിയിലായി. കാലോ മറക്കാനോ തുണിയൊട്ടില്ല. പുല്ലാൽ തിരുപാദം മറച്ചു വെച്ചു. കോമളകുമാരനാം മിസ്അബന്ന് മക്കതൻ പരിമളം പേരതന്ന്. ധന്യ കുടുംബത്തിൽ പിറന്നോരല്ലേ മക്ക കൊതിച്ച പൊൻകുമാരനല്ലേ. എല്ലാം ത്യജിച്ചവർ ഇസ്ലാമിനായി. കീറി മുഷിഞ്ഞു പോയി അവർ കുപ്പായം. മദീന ദഅവത്താം വലിയ ദൗത്യം മിസ്അബ് കരങ്ങളിൽ നബിയേൽപ്പിച്ചു. മദീന അവർ കയ്യാൽ ഇസ്ലാമിലായി. നബിയോർ മദീനാത്തൻ അഭയം പുൽകി. ഉഹുദിൽ ഷഹീദായ സമയമന്ന് നിറഞ്ഞു നബിയോരെ ഇരു കൺതടം. അന്ന് മക്കാവിൽ വസിക്കും കാലം മിസ്അബ് നീയത്ര സുമുഖനന്ന്. സൗദാസുഖങ്ങളിൽ വസിച്ചോനല്ലേ ഇന്നോ തികയില്ല കഫൻ തുണിയും. ഉഹുദിൽ ഇസ്ലാമിൻ പതാകയേന്തി മിസ്അബ് നബിയൊപ്പം പടക്കിറങ്ങി. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ കാട്ടിയ മാർഗം, അവരെ തുടർന്ന് സ്വാലിഹീങ്ങൾ ജീവിച്ച മാർഗം. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ കാട്ടിയ മാർഗം, അവരെ തുടർന്ന് സ്വാലിഹീങ്ങൾ ജീവിച്ച മാർഗം. അതിലൂടെ ഞങ്ങളെ നടത്തിടൂ നിറഹിമേ, അതിനായി സങ്കടം കരഞ്ഞിടാം പെരിയോനെ. അതിലൂടെ ഞങ്ങളെ നടത്തിടൂ നിറഹിമേ, അതിനായി സങ്കടം കരഞ്ഞിടാം പെരിയോനെ. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്.
നമ്രൂദിൻ തീക്കളത്തിൽ കരിയാത്ത തൗഹീദ്, ബദറിൽ സ്വഹാബിമാർക്ക് കരുത്തായ തൗഹീദ്. നമ്രൂദിൻ തീക്കളത്തിൽ കരിയാത്ത തൗഹീദ്, ബദറിൽ സ്വഹാബിമാർക്ക് കരുത്തായ തൗഹീദ്. അല്ലാഹുവിന് മാത്രം നമ്മുടെ ഇബാദത്ത്, വേണ്ടാവങ്കലേക്ക് മധ്യവർത്തി നമുക്ക്. അല്ലാഹുവിന് മാത്രം നമ്മുടെ ഇബാദത്ത്, വേണ്ടാവങ്കലേക്ക് മധ്യവർത്തി നമുക്ക്. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്. കരളിന്റെ ഉള്ളിലുള്ളതറിയുന്നവനല്ല, അല്ലാതെ ആരും കൽബിലെ രഹസ്യമറിയില്ല. കരളിന്റെ ഉള്ളിലുള്ളതറിയുന്നവനല്ല, അല്ലാതെ ആരും കൽബിലെ രഹസ്യമറിയില്ല. ഖബറിൽ ശയിച്ചിടുന്നവരറിയില്ല എന്നുമേ, ഖബറാളിയോട് തേടുവാൻ തെളിവില്ല എങ്ങുമേ. ഖബറിൽ ശയിച്ചിടുന്നവരറിയില്ല ഒന്നുമേ, ഖബറാളിയോട് തേടുവാൻ തെളിവില്ല എങ്ങുമേ. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്. ഭൂമിയെ തൊട്ടിലാക്കി മാനത്തെ പന്തലാക്കി, ഭൂമിയെ തൊട്ടിലാക്കി മാനത്തെ പന്തലാക്കി. മാനത്തെ പന്തലിൽ അമ്പിളി എന്നൊരു പൊന്നു വിളക്ക് തൂക്കി, മാനത്തെ പന്തലിൽ അമ്പിളി എന്നൊരു പൊന്നു വിളക്ക് തൂക്കി. കാരുണ്യവാനല്ല അല്ലാഹ്, കാരുണ്യവാനല്ല സുബ്ഹാനല്ലാഹ്. രാപ്പകൽ വിരിക്കും നേതനാണല്ലാഹു, ജീവികൾക്ക് ആഹാരങ്ങൾ നൽകുന്നോനല്ലാഹു. രാപ്പകൽ വിരിക്കും നേതനാണല്ലാഹു, ജീവികൾക്ക് ആഹാരങ്ങൾ നൽകുന്നോനല്ലാഹു. നന്മ തന്നുറവിടമേ കാരുണ്യ സാഗരമേ, നന്മ തന്നുറവിടമേ കാരുണ്യ സാഗരമേ. പ്രാർത്ഥനകൾക്കുത്തരമേകാൻ നീ മാത്രം റഹ്മാനേ, നീ മാത്രം. ഭൂമിയെ തൊട്ടിലാക്കി മാനത്തെ പന്തലാക്കി, ഭൂമിയെ തൊട്ടിലാക്കി മാനത്തെ പന്തലാക്കി. മാനത്തെ പന്തലിൽ അമ്പിളി എന്നൊരു പൊന്നു വിളക്ക് തൂക്കി, മാനത്തെ പന്തലിൽ അമ്പിളി എന്നൊരു പൊന്നു വിളക്ക് തൂക്കി. കാരുണ്യവാനല്ല അല്ലാഹ്, കാരുണ്യവാനല്ല സുബ്ഹാനല്ലാഹ്. ഭൂമിയെ തൊട്ടിലാക്കി മാനത്തെ പന്തലാക്കി, ഭൂമിയെ തൊട്ടിലാക്കി മാനത്തെ പന്തലാക്കി. മാനത്തെ പന്തലിൽ അമ്പിളി എന്നൊരു പൊന്നു വിളക്ക് തൂക്കി, മാനത്തെ പന്തലിൽ അമ്പിളി എന്നൊരു പൊന്നു വിളക്ക് തൂക്കി. കാരുണ്യവാനല്ല അല്ലാഹ്, കാരുണ്യവാനല്ല സുബ്ഹാനല്ലാഹ്. Every night and every day, every night and every day, never forget to say La ilaha illallah. Never forget to say La ilaha illallah. Every night and every day, every night and every day, never forget to say La ilaha
illallah. Never forget to say La ilaha illallah. When you walk down the street, use your time and repeat, and say with every heartbeat La ilaha illallah. And say with every heartbeat La ilaha illallah. Every night and every day, every night and every day, never forget to say La ilaha illallah. Never forget to say La ilaha illallah. To be able to defeat Shaitan and his deceit, ask Allah for help and repeat La ilaha illallah. Ask Allah for help and repeat La ilaha illallah. Every night and every day, every night and every day, never forget to say La ilaha illallah. Never forget to say La ilaha illallah. Dhikrullahi ala ad-dawam wal-ibti'adu anil haram, hum lin-nafsi as-salam La ilaha illallah. Hum lin-nafsi as-salam La ilaha illallah. Every night and every day, every night and every day, never forget to say La ilaha illallah. Never forget to say La ilaha illallah. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പു ലോകത്ത്, വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പു ലോകത്ത്, വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. മന്നവൻ കൽപ്പനയിൽ നീങ്ങിടണം ചേലോത്ത്, വന്നിടും വഴി തെറ്റിക്കാൻ ശൈത്താൻ നിന്റെ ചാരത്ത്. മന്നവൻ കൽപ്പനയിൽ നീങ്ങിടണം ചേലോത്ത്, വന്നിടും വഴി തെറ്റിക്കാൻ ശൈത്താൻ നിന്റെ ചാരത്ത്. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പു ലോകത്ത്, വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. പകലിൽ നീളെ നീയൊരു പന്തിനൊപ്പം പായുന്നു, പകലോനസ്തമിച്ചാൽ പോലും നീ അതു തുടരുന്നു. പകലിൽ നീളെ നീയൊരു പന്തിനൊപ്പം പായുന്നു, പകലോനസ്തമിച്ചാൽ പോലും നീ അതു തുടരുന്നു. നമസ്കാരം ഒഴിവാകുന്നത് നീ മറന്നിടുന്നു, നരകം തന്നിലേക്ക് താനെ വഴി തുറന്നിടുന്നു. നമസ്കാരം ഒഴിവാകുന്നത് നീ മറന്നിടുന്നു, നരകം തന്നിലേക്ക് താനെ വഴി തുറന്നിടുന്നു.
എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. വീട്ടിൻ മുറിയിലുണ്ട് ഹരം പകരുന്നൊരു പെട്ടി, വിഷമയമാക്കുമതുനെ ജീവിതമറിയൂ കുട്ടി. വീട്ടിൻ മുറിയിലുണ്ട് ഹരം പകരുന്നൊരു പെട്ടി, വിഷമയമാക്കുമതുനെ ജീവിതമറിയൂ കുട്ടി. ദിനരാത്രം മുഴുവൻ ആണും പെണ്ണും അതിൻ ചുവട്ടിൽ, ഒന്നിനും കൊള്ളാത്തൊരു കൂട്ടം വളരുന്നീ നാട്ടിൽ. ദിനരാത്രം മുഴുവൻ ആണും പെണ്ണും അതിൻ ചുവട്ടിൽ, ഒന്നിനും കൊള്ളാത്തൊരു കൂട്ടം വളരുന്നീ നാട്ടിൽ. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. അല്ല പറഞ്ഞിടാത്ത മാർഗം നയിക്കുന്നോർക്ക് അവനിൽ നിന്ന് വരും ശിക്ഷയറിഞ്ഞോ ശരിക്ക്? അല്ല പറഞ്ഞിടാത്ത മാർഗം നയിക്കുന്നോർക്ക് അവനിൽ നിന്ന് വരും ശിക്ഷയറിഞ്ഞോ ശരിക്ക്? മറക്കാതെ മനസ്സിൽ ഈമാൻ കൊണ്ട് നീ നിറക്ക്. മരണം പുൽകും മുമ്പ് റബ്ബിനോട് ദുആയിരക്ക്. മറക്കാതെ മനസ്സിൽ ഈമാൻ കൊണ്ട് നീ നിറക്ക്. മരണം പുൽകും മുമ്പ് റബ്ബിനോട് ദുആയിരക്ക്. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. മന്നവൻ കൽപ്പനയിൽ നീങ്ങിടണം ചേലോത്ത്. വന്നിടും വഴി തെറ്റിക്കാൻ ശൈത്താൻ നിന്റെ ചാരത്ത്. എന്തിനായി നീ മനുഷ്യ അഹങ്കരിപ്പൂ ലോകത്ത്? വീർപ്പതൊന്നു നിന്നു പോയാൽ പിന്നെ വെറും മയ്യത്ത്. الله مغفرة الله الله يرحم الله 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 إلهٍ നാദം മുഴങ്ങുന്നിതാ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലായി അറിവ് സമാധാനം പകർന്നിടുവാൻ അഹദോൻ അരുളിയ വഴി നടന്നിടണം. അല്ലാഹ് മഗ്ഫിറത്തല്ലാഹ് അല്ലാഹ് ഇർഹം അല്ലാഹ് അല്ലാഹ് മഗ്ഫിറത്തല്ലാഹ് അല്ലാഹ് ഇർഹം അല്ലാഹ്. പ്രവാചകന്മാർ പകർന്ന പ്രബോധന വീതിയിൽ നമ്മൾ പ്രകാശം പരത്തിയിടണം. ഇസ്ലാഹുമായി ഉയർന്നിടും ദീനിൻ വട്ടം, തകർന്നിടും ശിർക്കിൻ കൂട്ടം. തൗഹീദിൻ മന്ത്രധ്വനികൾ മുഴങ്ങിടുമ്പോൾ ഒരുമിച്ചണിയായി നാം ചേർന്നിടണം. അഹദോനെ മാത്രം വണങ്ങിടുവാ. അല്ലാഹ് മഗ്ഫിറത്തല്ലാഹ് അല്ലാഹ് ഇർഹം അല്ലാഹ് അല്ലാഹ് മഗ്ഫിറത്തല്ലാഹ് അല്ലാഹ് ഇർഹം അല്ലാഹ്. ഇലാഹിൻ നാദം മുഴങ്ങുന്നിതാ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലായി. ഇലാഹ് നൽകുന്നതൊന്നും
തടയുവാനാരുമില്ല, ഇലാഹ് തടയുന്നതും നൽകുകില്ല. നേർച്ചയും വഴിപാടുകളും ഏകനാം നാഥനു മാത്രം, പ്രാർത്ഥനയഖിലം റബ്ബിൽ ചൊരിഞ്ഞിടണം. ഇഹവും പരവും വിജയം വരിച്ചിടുവാൻ ഇറയോനെ മാത്രം വണങ്ങിടണം. അല്ലാഹ് മഗ്ഫിറത്തല്ലാ, അല്ലാഹ് യർഹം അല്ലാഹ്, അല്ലാഹ് മഗ്ഫിറത്തല്ലാ, അല്ലാഹ് യർഹം അല്ലാഹ്, അല്ലാഹ് മഗ്ഫിറത്തല്ലാ, അല്ലാഹ് യർഹം അല്ലാഹ്, അല്ലാഹ് മഗ്ഫിറത്തല്ലാ, അല്ലാഹ് യർഹം അല്ലാഹ്. ഇലാഹിൻ നാദം മുഴങ്ങുന്നിതാ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിനായി അറിവ് സമാധാനം പകർന്നിടുവാൻ അഹദോൻ അരുളിയ വഴി നടന്നിടണം. അല്ലാഹ് മഗ്ഫിറത്തല്ലാ, അല്ലാഹ് യർഹം അല്ലാഹ്, അല്ലാഹ് മഗ്ഫിറത്തല്ലാ, അല്ലാഹ് യർഹം അല്ലാഹ്, അല്ലാഹ് മഗ്ഫിറത്തല്ലാ, അല്ലാഹ് യർഹം അല്ലാഹ്, അല്ലാഹ് മഗ്ഫിറത്തല്ലാ, അല്ലാഹ് യർഹം അല്ലാഹ്. കളിയാടാം, വരു കളിച്ചിരി അറിവിൻ നിറവാകാം. ദീനിനു വേണ്ടി കൈകോർക്കാം, MSMൽ അണിചേരാം. ഒന്നിച്ചൊന്നായി പാടിടാം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആടാം പാടാം കളിയാടാം, വരു കളിച്ചിരി അറിവിൻ നിറവാകാം. ദീനിനു വേണ്ടി കൈകോർക്കാം, MSMൽ അണിചേരാം. ഒന്നിച്ചൊന്നായി പാടിടാം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അറിവിൻ തിരികൾ കൊളുത്തി 40 കൊല്ലം താണ്ടിയ പ്രസ്ഥാനം. അറിവിൻ തിരികൾ കൊളുത്തി 40 കൊല്ലം താണ്ടിയ പ്രസ്ഥാനം. വിശ്വാസത്തിലെ അജ്ഞത നീക്കാൻ നൽകി പുതിയൊരു ആവേശം. വിശ്വാസത്തിലെ അജ്ഞത നീക്കാൻ നൽകി പുതിയൊരു ആവേശം. ദീനിൻ പാതയിലൊത്തു ചലിക്കാൻ കുഞ്ഞുങ്ങൾക്കെന്താഹ്ലാദം. ദീനിൻ പാതയിലൊത്തു ചലിക്കാൻ കുഞ്ഞുങ്ങൾക്കെന്താഹ്ലാദം. MSMൽ അണിചേരാം, ഒന്നിച്ചൊന്നായി പാടിടാം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അറിവ് സമാധാനത്തിനു വേണ്ടി എന്നൊരു ഖുർആനിൻ പാഠം. അറിവ് സമാധാനത്തിനു വേണ്ടി എന്നൊരു ഖുർആനിൻ പാഠം. അറിയുക നമ്മൾ ജീർണത പെരുകിയ പുതുയുവതക്കിന്നാവശ്യം. അറിയുക നമ്മൾ ജീർണത പെരുകിയ പുതുയുവതക്കിന്നാവശ്യം. അറിയാനായിട്ടണിചേരുക നാം, പുതിയ വെളിച്ചം തേടുക നാം. അറിയാനായിട്ടണിചേരുക നാം, പുതിയ വെളിച്ചം തേടുക നാം. MSMൽ അണിചേരാം, ഒന്നിച്ചൊന്നായി പാടിടാം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ,
പോരുക കൂട്ടരെ നിങ്ങൾ കോട്ടക്കലിലേക്കൊന്നായി. പോരുക പോരുക കൂട്ടരെ നിങ്ങൾ കോട്ടക്കലിലേക്കൊന്നായി. പോരുകിൽ നേടാം പുത്തൻ അറിവുകൾ ഹൃത്തിൽ നിറയെ നന്നായി. പോരുകിൽ നേടാം പുത്തൻ അറിവുകൾ ഹൃത്തിൽ നിറയെ നന്നായി. അറിവല്ലാഹു നമുക്കു തരുമ്പോൾ ജീവിത വിജയമുറപ്പായി. അറിവല്ലാഹു നമുക്കു തരുമ്പോൾ ജീവിത വിജയമുറപ്പായി. MSMൽ അണിചേരാം, ഒന്നിച്ചൊന്നായി പാടിടാം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആടാം പാടാം കളിയാടാം വരു കളിച്ചിരി അറിവിൻ നിറവാകാം. ദീനിനു വേണ്ടി കൈകോർക്കാം, MSMൽ അണിചേരാം, ഒന്നിച്ചൊന്നായി പാടിടാം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആടാം പാടാം കളിയാടാം വരു കളിച്ചിരി അറിവിൻ നിറവാകാം. ദീനിനു വേണ്ടി കൈകോർക്കാം, MSMൽ അണിചേരാം, ഒന്നിച്ചൊന്നായി പാടിടാം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നന്മയുടെ പാതയിൽ പ്രവാചകൻ അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തമസ്സിന്റെ ശക്തികൾക്ക് സഹിക്കാൻ കഴിയുന്നതിലുമപ്പുറമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം തുടർന്നാൽ തങ്ങളുടെ സ്ഥാപിത താൽപര്യങ്ങളുടെയും ഭൗതിക സൗകര്യങ്ങളുടെയും കടക്ക് കത്തിവെക്കുമെന്നവർ കണക്കുകൂട്ടി. മനുഷ്യരുടെ നന്മക്കായി അള്ളാഹുവിന്റെ പക്കൽ നിന്നു ലഭിച്ച പരിശുദ്ധ ആദർശങ്ങൾ പ്രബോധനം ചെയ്തതിന്റെ പേരിൽ പ്രവാചക പുങ്കവൻ അനുഭവിച്ച അക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും കയ്യും കണക്കുമില്ല. മാനവ ജീവിതത്തിൻ തമസ്സിൻ ഗോപുരത്തിൻ പൊന്നൊളി പരത്തുവാനെത്തിയ തിരുദൂത് സത്യമാം പാത തന്നിൽ ചരിക്കാനുപദേശം യകവേ കുടിച്ചുള്ള കൈപ്പുനീരെത്രയെന്നോ. മാനവ ജീവിതത്തിൻ തമസ്സിൻ ഗോപുരത്തിൽ പൊന്നൊളി പരത്തുവാനെത്തിയ തിരുദൂത് സത്യമാം പാത തന്നിൽ ചരിക്കാനുപദേശം യകവേ കുടിച്ചുള്ള കൈപ്പുനീരെത്രയെന്നോ. ആലംബമായിരുന്ന പിതൃവ്യൻ വിട ചൊല്ലി സാന്ത്വനമേകും പ്രിയ പത്നിയും പിരിഞ്ഞുപോയി. വിശ്വസ്തനെന്നു വിളിച്ചാദരിച്ചിരുന്നോരിൽ ഇല്ലിനിയാരുമൽപ്പം ആശ്വാസമരുളുവാൻ. ഇത്തിരി തണൽ തേടി എത്തുന്നു ത്വായിഫിലെ മുഖ്യരാം സഖീഫ് എന്ന ഗോത്രത്തിനരികത്ത്. വിളിച്ചു നേതാക്കന്മാർ തെമ്മാടി ചെറുക്കരെ, അത്തിരു ഗുരുവിനെ ആട്ടിയോടിക്കാനായി. ഭ്രാന്തനെന്നാർത്തു വിളിച്ചോടുന്നു ചെറുപ്പക്കാർ, കല്ലുകളെറിയുന്നു കുട്ടികൾ കുകിടുന്നു. മുന്നിലായി ദീനനായി ഓടുന്നു തിരുദൂതർ, മുഖവും മേനിയാകെ
ചോരയാൽ നനയുന്നു. മാനവ ജീവിതത്തിൻ തമസിൻ ഗോപുരത്തിൽ പൊന്നൊളി പരത്തുവാനെത്തിയ തിരുദൂതർ, സത്യമാം പാത തന്നിൽ ചരിക്കാനുപദേശം ഏകവേ കുടിച്ചുള്ള കൈപ്പുനീരെത്രയെന്നോ. പരിഹാസത്തിൻ കൂർത്ത മുള്ളുകൾ തറച്ചിട്ടും ഹൃദയം കരുണയാൽ നിറഞ്ഞു തുളുമ്പുന്നു. വേദന സഹിച്ചും കൊണ്ട തിരുഹൃദയത്തിനുള്ളിലെ തെളിവൊളി അപ്പോഴും ജ്വലിക്കുന്നു. പിന്നിലെ ജനക്കൂട്ടം തളർന്നു പിരിഞ്ഞുപോയി, പിന്നിട്ടു ദൂരമേറെ ഏകനായി അവശനായി കാരക്കത്തോട്ടത്തിന്റെ തണലിലൊട്ടു നേരമിരുന്നു. കൈകൾ രണ്ടും മേൽപോട്ടേക്കുയർത്തുന്നു. നാഥ നീ പൊറുക്കേണം ഈ ജനതയോട്, അറിയാതെന്തോ ചെയ്തു പാവങ്ങളിവരിന്ന്. എന്തിവർ ചെയ്യുന്നെന്ന് എന്തിനു ചെയ്യുന്നെന്നും അറിഞ്ഞില്ലവർ തന്നെ, അതിനാൽ മാപ്പു നൽകൂ. അമ്മഹാനുഭാവന്റെ പാതകൾ പിൻപറ്റുകീലി ലോകമെന്നും ശാന്തി നിറഞ്ഞു വിളങ്ങിടും. ലോകൈക ഗുരുവാകും മുഹമ്മദിന്റെ സത്യ ജീവിതം തന്നെയല്ലോ മാതൃക നമുക്കെന്നും. ലോകൈക ഗുരുവാകും മുഹമ്മദിന്റെ സത്യ ജീവിതം തന്നെയല്ലോ മാതൃക നമുക്കെന്നും. മാനവ ജീവിതത്തിൻ തമസിൻ ഗോപുരത്തിൻ പൊന്നൊളി പരത്തുവാനെത്തിയ തിരുദൂതർ, സത്യമാം പാത തന്നിൽ ചരിക്കാനുപദേശം ഏകവേ കുടിച്ചുള്ള കൈപ്പുനീരെത്രയെന്നോ. മാനവ ജീവിതത്തിൻ തമസിൻ ഗോപുരത്തിൽ പൊന്നൊളി പരത്തുവാനെത്തിയ തിരുദൂതർ, സത്യമാം പാത തന്നിൽ ചരിക്കാനുപദേശം ഏകവേ കുടിച്ചുള്ള കൈപ്പുനീരെത്രയെന്നോ. ബഹുദൈവാരാധനയിലും മദ്യപാനത്തിലും വ്യഭിചാരത്തിലും രക്തച്ചൊരിച്ചിലുകളിലുമെല്ലാം സായുജ്യം കണ്ടെത്തിയിരുന്ന മക്കയിലെ ജനങ്ങൾക്കിടയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നത്. പക്ഷേ പ്രസ്തുത തിന്മകളൊന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സ്പർശിച്ചില്ല. സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മകളിൽ മനം നൊന്ത് മക്കാ പട്ടണത്തിൽ നിന്ന് അല്പം അകലെയുള്ള ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്കിരിക്കുക 40 വയസ്സായപ്പോൾ അദ്ദേഹത്തിന്റെ പതിവായി തീർന്നു. ഒരിക്കൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവ്യബോധനം ലഭിക്കുവാൻ ആരംഭിച്ചത്. ഹിറ എന്ന ഗുഹയിൽ അൽ ആമീൻ തനിച്ചിരിക്കുമ്പോൾ ഇഖ്റ ഓതിക്കൊണ്ട് മലക്ക് വന്നു. ഇരു കൈകളും ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിബ്രീലും വന്ന് കൊണ്ട് വാരിപ്പുണർന്നു. ഹിറ എന്ന ഗുഹയിൽ അൽ ആമീൻ തനിച്ചിരിക്കുമ്പോൾ ഇഖ്റ ഓതിക്കൊണ്ട് മലക്ക് വന്നു. ഇരു കൈകളും ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിബ്രീലും വന്ന് കൊണ്ട് വാരിപ്പുണർന്നു. മലക്ക്
മുഹമ്മദുമമ്പരന്നു തിരിച്ചോതി വായിക്കുവാനറിയില്ലെന്ന്. മലക്കോതി വായിക്കുക മുഹമ്മദുമമ്പരന്നു തിരിച്ചോതി വായിക്കുവാനറിയില്ലെന്ന്. പേന കൊണ്ട് പഠിപ്പിച്ച നാഥൻ തന്റെ നാമത്തിങ്കൽ വായിക്കുവാൻ മലക്കുടനരുളിടുന്നു. നബി ഭയന്നു. പേന കൊണ്ട് പഠിപ്പിച്ച നാഥൻ തന്റെ നാമത്തിങ്കൽ വായിക്കുവാൻ മലക്കുടനരുളിടുന്നു. നബി ഭയന്നു. ഹിറ എന്ന ഗുഹയിൽ അൽ അമീൻ തനിച്ചിരിക്കുമ്പോൾ ഇഖ്റ ഓതിക്കൊണ്ട് മലക്ക് വന്നു. ഇരു കൈകളും ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിബ്രീലും വന്ന് കൊണ്ട് വാരിപ്പുണർന്നു. ഭയന്നോടി വീട്ടിലേക്കായി പറഞ്ഞു തൻ പത്നിയോടായി, പുതപ്പിട്ട് മൂടുകെന്നെ പ്രിയ ഖദീജ. ഭയന്നോടി വീട്ടിലേക്കായി പറഞ്ഞു തൻ പത്നിയോടായി, പുതപ്പിട്ട് മൂടുകെന്നെ പ്രിയ ഖദീജ. പുതച്ചു കിടക്കുമ്പോഴും നാഥന്റെ കൽപ്പനയെത്തി, കലിമ പറയാൻ പുറത്തിറങ്ങു താജ, ഇറങ്ങ് താജ. പുതച്ചു കിടക്കുമ്പോഴും നാഥന്റെ കൽപ്പനയെത്തി, കലിമ പറയാൻ പുറത്തിറങ്ങു താജ, ഇറങ്ങ് താജ. ഹിറ എന്ന ഗുഹയിൽ അൽ അമീൻ തനിച്ചിരിക്കുമ്പോൾ ഇഖ്റ ഓതിക്കൊണ്ട് മലക്ക് വന്നു. ഇരു കൈകളും ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിബ്രീലും വന്ന് കൊണ്ട് വാരിപ്പുണർന്നു. ഹിറ എന്ന ഗുഹയിൽ അൽ അമീൻ തനിച്ചിരിക്കുമ്പോൾ ഇഖ്റ ഓതിക്കൊണ്ട് മലക്ക് വന്നു. ഇരു കൈകളും ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിബ്രീലും വന്ന് കൊണ്ട് വാരിപ്പുണർന്നു. പ്രയത്നത്തിലൂടെ ആർക്കും നേടിയെടുക്കുവാൻ കഴിയുന്നതല്ല പ്രവാചകത്വം. സർവലോക രക്ഷിതാവ് മനുഷ്യരിൽ നിന്ന് ദൈവദൂതന്മാരെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. 40 വയസ്സുവരെ സത്യസന്ധനായി അറിയപ്പെട്ടും സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് നിർമ്മാണാത്മകമായ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചും മക്കയിൽ ശ്രദ്ധേയനായി തീർന്ന വ്യക്തിയായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ ദൂത് നൽകാൻ തക്ക രൂപത്തിൽ അദ്ദേഹത്തെ അള്ളാഹു വളർത്തിയെടുക്കുകയായിരുന്നുവെന്നർത്ഥം. ഓത്തിന്നയച്ചില്ല ബാലൻ മുഹമ്മദിനെ, ഓർത്താൽ മറക്കില്ല ഓമൽ പൈതലിനെ. ഓത്തിന്നയച്ചില്ല ബാലൻ മുഹമ്മദിനെ, ഓർത്താൽ മറക്കില്ല ഓമൽ പൈതലിനെ. ആടിനെ മേച്ചു നടന്നോരു ബാലൻ, ആടിനെ മേച്ചു നടന്നോരു ബാലൻ. ആരിലും സ്നേഹം ചൊരിയുന്ന ലോലൻ. ഓത്തിന്നയച്ചില്ല ബാലൻ മുഹമ്മദിനെ, ഓർത്താൽ മറക്കില്ല ഓമൽ പൈതലിനെ.
താരാട്ടുവാനുമ്മയില്ല, താലോലിക്കാൻ താതനില്ല. താരാട്ടുവാനുമ്മയില്ല, താലോലിക്കാൻ താതനില്ല. ജാഹിലിയത്തിന്റെ കാലത്തിലും നബി അല്ലാന്റെ തണലിൽ വളർന്നു. ജാഹിലിയത്തിന്റെ കാലത്തിലും നബി അല്ലാന്റെ തണലിൽ വളർന്നു. അൽ അമീനായി നടന്നു, ഓത്തിന്നയച്ചില്ല ബാലൻ മുഹമ്മദിനെ. ഓർത്താൽ മറക്കില്ല ഓമൽ പൈതലിനെ. ഹജറുൽ അസ്വദ് കല്ല് വെക്കാൻ നടന്നൊരു തല്ല്. ഹജറുൽ അസ്വദ് കല്ല് വെക്കാൻ നടന്നൊരു തല്ല്. പോരടിക്കുന്നവർ മുഹമ്മദിൻ മുന്നിൽ ഒരുമിച്ചു കൈകോർത്തു നിന്നു. പോരടിക്കുന്നവർ മുഹമ്മദിൻ മുന്നിൽ ഒരുമിച്ചു കൈകോർത്തു നിന്നു. ഐക്യത്തിൻ ഗാഥ പകർന്നു, ഓത്തിന്നയച്ചില്ല ബാലൻ മുഹമ്മദിനെ. ഓർത്താൽ മറക്കില്ല ഓമൽ പൈതലിനെ. 40 കൊല്ലം കടന്നു, നുബുവത്തതും വന്നു ചേർന്നു. 40 കൊല്ലം കടന്നു, നുബുവത്തതും വന്നു ചേർന്നു. നാഥന്റെ കൽപ്പന നേരെ പറഞ്ഞപ്പോൾ നാട്ടുകാർ കളിപൂണ്ടു വന്നു. നാഥന്റെ കൽപ്പന നേരെ പറഞ്ഞപ്പോൾ നാട്ടുകാർ കളിപൂണ്ടു വന്നു. നാടും വെടിഞ്ഞു നടന്നു, ഓത്തിന്നയച്ചില്ല ബാലൻ മുഹമ്മദിനെ. ഓർത്താൽ മറക്കില്ല ഓമൽ പൈതലിനെ. ചെന്നു മദീനയിൽ തങ്ങൾ വന്നെതിരേറ്റു ജനങ്ങൾ. ചെന്നു മദീനയിൽ തങ്ങൾ വന്നെതിരേറ്റു ജനങ്ങൾ. പുണ്യപ്രവാചക പുങ്കവർ തന്നുടെ വാക്കുകൾ കേട്ടവർ നിന്നു. പുണ്യപ്രവാചക പുങ്കവർ തന്നുടെ വാക്കുകൾ കേട്ടവർ നിന്നു. സ്വർഗവും ആശിച്ചു വന്നു, ഓത്തിന്നയച്ചില്ല ബാലൻ മുഹമ്മദിനെ. ഓർത്താൽ മറക്കില്ല ഓമൽ പൈതലിനെ. ആടിനെ മേച്ചു നടന്നോരു ബാലൻ, ആടിനെ മേച്ചു നടന്നോരു ബാലൻ. ആരിലും സ്നേഹം ചൊരിയുന്ന ലോലൻ. ഓത്തിന്നയച്ചില്ല ബാലൻ മുഹമ്മദിനെ. ഓർത്താൽ മറക്കില്ല ഓമൽ പൈതലിനെ. മാനവികതയുടെ ദൂതനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മകൾ ചെയ്തുകൊണ്ട് ജീവിതത്തെ പ്രകാശമാനമാക്കുവാനാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അനീതിക്കെതിരെ പോരാടുകയും അശരണർക്കു വേണ്ടി നിലനിൽക്കുകയും ചെയ്യേണ്ടതെങ്ങനെയെന്ന് സ്വന്തം ജീവിതത്തിലൂടെയാണ് അദ്ദേഹം മനസ്സിലാക്കി കൊടുത്തത്. തിന്മകളെ വെടിയുകയും
നന്മകൾ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ഒരാൾക്ക് എങ്ങനെ മാനവികതയുടെ ഉദാത്തീകരണം സാധിക്കാനാവുമെന്ന് പ്രായോഗികമായി അദ്ദേഹം കാണിച്ചു തന്നു. ഉമ്മുൽ ഖുറായിൽ പിറന്ന് ഉമ്മത്തികൾക്കാകമാനം ഉണ്മപാത കാട്ടിത്തന്ന പുണ്യ റസൂലേ, എന്റെ പുണ്യ റസൂലേ. ഉമ്മുൽ ഖുറായിൽ പിറന്ന് ഉമ്മത്തികൾക്കാകമാനം ഉണ്മപാത കാട്ടിത്തന്ന പുണ്യ റസൂലേ, എന്റെ പുണ്യ റസൂലേ. ഉത്തമ ഗുണങ്ങൾ ചെയ്ത് ഉത്തമരായി മാറുവോർക്ക് ഉത്തമമാം മാതൃകയാണെന്റെ റസൂല്, എന്റെ റസൂല്. ഉത്തമ ഗുണങ്ങൾ ചെയ്ത് ഉത്തമരായി മാറുവോർക്ക് ഉത്തമമാം മാതൃകയാണെന്റെ റസൂല്, എന്റെ റസൂല്. ഉമ്മുൽ ഖുറായിൽ പിറന്ന് ഉമ്മത്തികൾക്കാകമാനം ഉണ്മപാത കാട്ടിത്തന്ന പുണ്യ റസൂലേ, എന്റെ പുണ്യ റസൂലേ. മുത്തുമോള് ഫാത്തിമയും കട്ടതെങ്കിൽ കട്ട കൈമുറിക്കുമെന്ന് ചൊല്ലി നീതി കാത്ത് റസൂല്, നീതി കാത്ത് റസൂല്. മുത്തുമോള് ഫാത്തിമയും കട്ടതെങ്കിൽ കട്ട കൈമുറിക്കുമെന്ന് ചൊല്ലി നീതി കാത്ത് റസൂല്, നീതി കാത്ത് റസൂല്. ഉമ്മുൽ ഖുറായിൽ പിറന്ന് ഉമ്മത്തികൾക്കാകമാനം ഉണ്മപാത കാട്ടിത്തന്ന പുണ്യ റസൂലേ, എന്റെ പുണ്യ റസൂലേ. രണ്ട് വിരൽ ചൂണ്ടി ഞാനും അനാദരവും ഇவ்விധത്തിൽ ഉണ്ട് സ്വർഗഭൂവിലെന്ന് ചൊന്ന റസൂല്, സ്നേഹതാരം റസൂല്. രണ്ട് വിരൽ ചൂണ്ടി ഞാനും അനാദരവും ഇவ்விധത്തിൽ ഉണ്ട് സ്വർഗഭൂവിലെന്ന് ചൊന്ന റസൂല്, സ്നേഹതാരം റസൂല്. ഉമ്മുൽ ഖുറായിൽ പിറന്ന് ഉമ്മത്തികൾക്കാകമാനം ഉണ്മപാത കാട്ടിത്തന്ന പുണ്യ റസൂലേ, എന്റെ പുണ്യ റസൂലേ. ജോലി ചെയ്തവൻ വിയർപ്പ് മായും മുമ്പ് കൂലി നൽകാൻ ലോകരോട് ചൊല്ലിയ നേതാവ് റസൂല്, നേതാവ് റസൂല്. ജോലി ചെയ്തവൻ വിയർപ്പ് മായും മുമ്പ് കൂലി നൽകാൻ ലോകരോട് ചൊല്ലിയ നേതാവ് റസൂല്, നേതാവ് റസൂല്. ഉമ്മുൽ ഖുറായിൽ പിറന്ന് ഉമ്മത്തികൾക്കാകമാനം ഉണ്മപാത കാട്ടിത്തന്ന പുണ്യ റസൂലേ, എന്റെ പുണ്യ റസൂലേ. പട്ടിണിയില്ലാത്ത നാട് തിട്ടമായി പുലർന്നിടുവാൻ ഉള്ളവന് സകാത്ത് കൽപ്പിച്ചു റസൂല്, കൽപ്പിച്ചു റസൂല്. പട്ടിണിയില്ലാത്ത നാട് തിട്ടമായി പുലർന്നിടുവാൻ ഉള്ളവന് സകാത്ത് കൽപ്പിച്ചു റസൂല്, കൽപ്പിച്ചു റസൂല്. ഉമ്മുൽ ഖുറായിൽ പിറന്ന് ഉമ്മത്തികൾക്കാകമാനം ഉണ്മപാത കാട്ടിത്തന്ന പുണ്യ റസൂലേ, എന്റെ പുണ്യ റസൂലേ. അന്ധതയില്ലാണ്ടിരുന്ന അറബികളിൽ അറിവിന്റെ കൈത്തിരിയുമായി വന്ന തിങ്കൾ റസൂല്, പൂന്തിങ്കൾ റസൂല്. അന്ധതയില്ലാണ്ടിരുന്ന അറബികളിൽ അറിവിന്റെ കൈത്തിരിയുമായി വന്ന തിങ്കൾ റസൂല്, പൂന്തിങ്കൾ റസൂല്. ഉമ്മുൽ ഖുറായിൽ പിറന്ന് ഉമ്മത്തികൾക്കാകമാനം ഉണ്മപാത കാട്ടിത്തന്ന പുണ്യ റസൂലേ, എന്റെ പുണ്യ റസൂലേ. ഉമ്മുൽ ഖുറായിൽ പിറന്ന് ഉമ്മത്തികൾക്കാകമാനം ഉണ്മപാത കാട്ടിത്തന്ന പുണ്യ റസൂലേ, എന്റെ പുണ്യ റസൂലേ. നീതിയുടെ നേതാവായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് സാക്ഷ്യം വഹിക്കുന്നവരെന്ന നിലയിൽ നീതിക്കു വേണ്ടി നിലനിൽക്കണമെന്നാണ് ഖുർആൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. നീതി സ്വന്തത്തിനോ സ്വന്തക്കാർക്കോ ബന്ധുക്കൾക്കോ എതിരാണെങ്കിലും
മുസ്ലിങ്ങൾ നീതിയുടെ പക്ഷത്തായിരിക്കണം നിലയുറപ്പിക്കേണ്ടതെന്ന് ഖുർആൻ നിഷ്കർഷിക്കുന്നു. അബദ്ധത്തിൽ സംഭവിച്ച ഒരക്രമത്തിന് പ്രതികാരം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട അനുയായിക്ക് മുന്നിൽ സ്വന്തം കുപ്പായമഴിച്ച് പ്രതിക്രിയ ചെയ്യാൻ നിന്നുകൊടുത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാതെ മറ്റാരാണ് നീതിയുടെ നേതാവെന്ന് വിളിക്കപ്പെടാൻ അർഹതയുള്ളത്? ബദറിന്റെ രണാങ്കണ ധ്വനി മുഴങ്ങി, നബിയും സ്വഹാബത്തും പടക്കൊരുങ്ങി. നബി തൻ സഹചരെ അണിയായി നിർത്തി, അണിയിൽ സവാദിനും ഒരൽപ്പം തെറ്റി. ബദറിന്റെ രണാങ്കണ ധ്വനി മുഴങ്ങി, നബിയും സ്വഹാബത്തും പടക്കൊരുങ്ങി. നബി തൻ സഹചരെ അണിയായി നിർത്തി, അണിയിൽ സവാദിനും ഒരൽപ്പം തെറ്റി. ദൂതർ തിരു കൈയിൽ ഇരിക്കും ദണ്ഡാൽ പതിയെ സവാദിന്റെ വയറ്റിൽ തട്ടി. ഒരുമിച്ചുടൻ നിൽക്കാൻ അമർ ഓതുന്നേ, ഉടനെ സവാദൽപ്പം ചൊടിച്ചു നിന്നേ. നബിയെ വിളിച്ചും കൊണ്ടതാ ചൊല്ലുന്നേ, നേശർ എനെ സങ്കടവും കേൾക്കന്നേ. ദണ്ഡാൽ ഇതാ അങ്ങൻ വയറ്റിൽ കുത്തി, ഉണ്ടായതിനാലൻ മനസ്സും കത്തി. വേണം എനിക്കും ആ നെഞ്ചിൻ താഴത്ത്, വടിയാൽ തര വേണം ഒരൊറ്റ കുത്ത്. ഉടനെ നബിയുള്ള മുഖം കൂനിച്ചേ, വടിയും സവാദിന്റെ കരത്തിൽ വച്ചേ. വീണ്ടും സവാദപ്പോൾ മൊഴിഞ്ഞ കാര്യം വിളറി അടുത്തുള്ളോർ ശ്രവിച്ച് പാരം. ഇല്ല എനെ ദേഹത്തൊരു കുപ്പായം, അങ്ങും കയറ്റണം തിരുകുപ്പായം. കേട്ട സ്വഹാബാക്കൾ തരിച്ചു നിന്നേ, കേമൻ ഉമറിന്റെ മുഖം ചുവന്നേ. സതതം നബിയുള്ള കമീസെ കേറ്റി, സകലർ അതു കണ്ട് ചുളിച്ചു നെറ്റി. കരമിലെ വടിയപ്പോൾ നിലത്തെറിഞ്ഞ്, ഇരു കൺതടങ്ങളിൽ ജലം നിറഞ്ഞ്. ധൃതിയിൽ തിരുനെഞ്ചിൽ മുഖവും ചേർത്ത്, കൊതിയാൽ മണത്ത് നേശമിൽ ഊരത്ത്. ബദറിൽ ഒരു പക്ഷേ ഷഹീദാം ഞാനേ, കൊതിയുണ്ടുമൈ ദേഹം മണക്കാൻ തേനേ. അപരാധമാണെങ്കിൽ പൊറുക്കുമുത്തേ, അതിനാൽ ഉടൻ ശിക്ഷ വിധിക്കൂ സത്തേ. ഒളിവർ നബിയുള്ള കരമുയർത്തി, ഒന്നായി സവാദിനെ അണച്ചു കൂട്ടി. ഒളിവർ നബിയുള്ള കരമുയർത്തി, ഒന്നായി സവാദിനെ അണച്ചു കൂട്ടി.
ലോകത്ത് ഏറ്റവുമധികം കച്ചവടം ചെയ്യപ്പെടുന്ന വസ്തു ഏതാണെന്ന ചോദ്യത്തിന്റെ ഉത്തരം സ്ത്രീ ശരീരമെന്നാണ്. ചുവന്ന തെരുവുകളിൽ പച്ചയായി പെണ്ണിനെ വിൽപ്പന നടത്തുന്നു. പൂർണ്ണനഗ്നകളും അർദ്ധനഗ്നകളുമാക്കി തീർത്ത് സിനിമ സീരിയൽ ലോകം സ്ത്രീ ശരീരത്തെ കച്ചവടം ചെയ്യുന്നു. പെണ്ണുടലിന്റെ നിമ്നോന്നതികളിലൂടെ കണ്ണുപായിക്കാതെ ഉൽപ്പന്നങ്ങൾക്കൊന്നും വിപണിയിൽ പിടിച്ചു നിൽക്കാനാവാത്ത വിധം പരസ്യലോകം സ്ത്രീ ശരീരത്തെ വസ്തുവൽക്കരിച്ചിരിക്കുന്നു. ദൃശ്യമാധ്യമങ്ങളിലൂടെ വ്യാപകവൽക്കരിക്കപ്പെട്ട പോർണോഗ്രഫി എങ്ങനെയും നേടിയെടുക്കപ്പെടേണ്ട ചരക്കാണ് പെണ്ണ് എന്ന ധാരണ വളർത്തുന്നു. എന്താണ് പരിഹാരം? അല്ലാവിൻ ദാസിയാണിന്നുറക്കെ പറയുന്നതാണെന്റെ ഉടയാടകൾ. ആരാരും എപ്പോഴും ആസ്വദിക്കും ചരക്കല്ല പെണ്ണെന്നറിഞ്ഞിടേണം. അല്ലാവിൻ ദാസിയാണിന്നുറക്കെ പറയുന്നതാണെന്റെ ഉടയാടകൾ. ആരാരും എപ്പോഴും ആസ്വദിക്കും ചരക്കല്ല പെണ്ണെന്നറിഞ്ഞിടേണം. ഒരു തുണ്ട് കാശിന് വിൽക്കപ്പെടാനുള്ള മാംസപ്പൊതിയല്ല സ്ത്രീജനങ്ങൾ. ഒരു തുണ്ട് കാശിന് വിൽക്കപ്പെടാനുള്ള മാംസപ്പൊതിയല്ല സ്ത്രീജനങ്ങൾ. മുതലാളിത്തം വിറ്റു കാശാക്കി സൗന്ദര്യം വിപണിയിൽ പരസ്യ വസ്തുവായിന്ന് പെണ്ണുടൽ. മുതലാളിത്തം വിറ്റു കാശാക്കി സൗന്ദര്യം വിപണിയിൽ പരസ്യ വസ്തുവായിന്നു പെണ്ണുടൽ. തെരുവിൽ പിച്ചി ചീന്തുന്നു നിത്യവും പരിഹാരമറിയാതെ നീതിപീഠങ്ങളും. തെരുവിൽ പിച്ചി ചീന്തുന്നു നിത്യവും പരിഹാരമറിയാതെ നീതിപീഠങ്ങളും. അടിമത്വത്തിന്റെ വസ്ത്രമെന്നോതിയോർ പീഡിതവർഗമായി നോക്കി കണ്ണുകൾ. അടിമത്വത്തിന്റെ വസ്ത്രമെന്നോതിയോർ പീഡിതവർഗമായി നോക്കി കണ്ണുകൾ. എങ്കിൽ എനിക്ക് കറുത്തയുടയാടകൾ നൽകുന്നു നിത്യവും രക്ഷാകവചങ്ങൾ. എങ്കിൽ എനിക്ക് കറുത്തയുടയാടകൾ നൽകുന്നു നിത്യവും രക്ഷാകവചങ്ങൾ. ഫിർഔനിന്റെ പ്രിയ പത്നിക്ക് അല്ലാഹ് ഫിർദൗസല്ലേ കൊടുത്ത് കേൾക്ക്. നിറവാർന്നുള്ള കഥയും കേട്ട് രണ്ട് നയനം പൂട്ടി എന്റെ മകളുറങ്ങ്. ഫിർഔനിന്റെ പ്രിയ പത്നിക്ക് അല്ലാഹ് ഫിർദൗസല്ലേ കൊടുത്ത് കേൾക്ക്. നൈലിലൂടെ ഒഴുകി വന്ന പെട്ടി തുറന്ന നേരം ഉള്ളിലൊരു ആൺകുട്ടി. ഇരു കയ്യാലെ കുഞ്ഞിനെ എടുത്തു ബീവി. ഏറ്റം തിരിശത്താലെ മുത്തി മണത്ത് പൂവി. നൈലിലൂടെ ഒഴുകി വന്ന പെട്ടി തുറന്ന നേരം ഉള്ളിലൊരു ആൺകുട്ടി. ഇരു കയ്യാലെ കുഞ്ഞിനെ എടുത്തു ബീവി. ഏറ്റം
തട്ടിലും കുട്ടി കയറുന്നല്ലോ. വഴിയെ ഫിർഔൻ കാര്യം മണത്തറിഞ്ഞു, നബിയെ വധിക്കുവാനായി അന്ന് അവൻ തുനിഞ്ഞു. മണിസൗധത്തിൽ മൂസ വളരുന്നല്ലോ, രാജൻ മടിത്തട്ടിലും കുട്ടി കയറുന്നല്ലോ. വഴിയെ ഫിർഔൻ കാര്യം മണത്തറിഞ്ഞു, നബിയെ വധിക്കുവാനായി അന്ന് അവൻ തുനിഞ്ഞു. ഫിർഔനിന്റെ പ്രിയ പത്നിക്ക് അല്ലാഹ് ഫിർദൗസല്ലേ കൊടുത്ത് കേൾക്ക്. നിറവാർന്നുള്ള കഥയും കേട്ട് രണ്ട് നയനം പൂട്ടി എന്റെ മകളുറങ്ങ്. ഇലാഹല്ലാതെ ആരാധ്യനില്ല എന്ന് ആസ്യ ഇഖ്ലാസോടെ അന്ന് തിരിച്ചറിഞ്ഞു. പടയാളികൾ വന്നു പറഞ്ഞു നോക്കി, നിത്യം പലതും ചൊല്ലി അല്പം വിരട്ടി നോക്കി. ഇലാഹല്ലാതെ ആരാധ്യനില്ല എന്ന് ആസ്യ ഇഖ്ലാസോടെ അന്ന് തിരിച്ചറിഞ്ഞു. പടയാളികൾ വന്നു പറഞ്ഞു നോക്കി, നിത്യം പലതും ചൊല്ലി അല്പം വിരട്ടി നോക്കി. പകയാൽ വന്ന പൊന്നും പതിയോടോതി സർവം പടച്ചവന്റെ മുന്നിൽ വണങ്ങൂ വേഗം. കലി തുള്ളുന്നു കരവാൾ കയ്യിലേന്തുന്നു, ബീവി ഭയന്നിടാതെ മുന്നിൽ ഉറച്ചു നിന്നു. പകയാൽ വന്ന പൊന്നും പതിയോടോതി സർവം പടച്ചവന്റെ മുന്നിൽ വണങ്ങൂ വേഗം. കലി തുള്ളുന്നു കരവാൾ കയ്യിലേന്തുന്നു, ബീവി ഭയന്നിടാതെ മുന്നിൽ ഉറച്ചു നിന്നു. ഫിർഔനിന്റെ പ്രിയ പത്നിക്ക് അല്ലാഹ് ഫിർദൗസല്ലേ കൊടുത്ത് കേൾക്ക്. നിറവാർന്നുള്ള കഥയും കേട്ട് രണ്ട് നയനം പൂട്ടി എന്റെ മകളുറങ്ങ്. ഉരുണ്ട കല്ല് മേലെ കയറ്റി വെച്ച് ഒട്ടും ദയയില്ലാതെ കെട്ടി വലിച്ചിടുന്നേ. പലയിടത്തും ചുട്ട് പഴുത്ത ലോഹം വെക്കെ പരവേശത്താൽ ബീവി പുളഞ്ഞിടുന്നേ.
പത്നിക്ക് അല്ലാ ഫിർദൗസല്ലേ കൊടുത്ത് കേൾക്ക്. നിറവാർന്നുള്ള കഥയും കേട്ട് രണ്ട് നയനം പൂട്ടി എന്റെ മകളുറങ്ങ്. ഫിർഔനിന്റെ പ്രിയ പത്നിക്ക് അല്ലാ ഫിർദൗസല്ലേ കൊടുത്ത് കേൾക്ക്. കാരുണ്യത്തിന്റെ ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുക്കെ നമുക്കെല്ലാമുള്ള മാതൃകയാണ്. ഇണകളോടും മക്കളോടുമെല്ലാം എങ്ങനെ പെരുമാറണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. മക്കളെ സ്നേഹിക്കണമെന്നും പ്രസ്തുത സ്നേഹം അവർക്ക് മനസ്സിലാകും വിധം വെളിപ്പെടുത്തണമെന്നും വ്യക്തമാക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷെ സ്നേഹത്തിന്റെ പേരിൽ മക്കളുടെ ആവശ്യങ്ങൾക്കെല്ലാം വഴങ്ങിക്കൊടുക്കേണ്ടവരാണ് മാതാപിതാക്കൾ എന്നല്ല നമ്മെ പഠിപ്പിച്ചത്. മദീനയിലെ ഭരണാധികാരിയായി ജീവിക്കുമ്പോഴും തന്റെ കരളിന്റെ കഷ്ണമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രിയപുത്രി ഫാത്തിമയുടെ ഭൃത്യനെ അനുവദിച്ചു തരണമെന്ന ആവശ്യം തള്ളിക്കളഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വജനപക്ഷപാതമില്ലാതെ എങ്ങനെയാണ് നീതി നിർവഹണം സാധിക്കേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കി തന്നത്. മുത്ത് റസൂലിന്റെ കരളായ പൂമകൾ ഫാത്തിമ ബീവിക്കൊരു നാളിൽ സങ്കടം വന്നപ്പോൾ ഓതുന്നു പൊന്നുപ്പ കണ്ടില്ലേ എന്റെ ഗതികേട്, കണ്ടില്ലേ എന്റെ ഗതികേട്. മുത്ത് റസൂലിന്റെ കരളായ പൂമകൾ ഫാത്തിമ ബീവിക്കൊരു നാളിൽ സങ്കടം വന്നപ്പോൾ ഓതുന്നു പൊന്നുപ്പ കണ്ടില്ലേ എന്റെ ഗതികേട്, കണ്ടില്ലേ എന്റെ ഗതികേട്. ആട്ടുകല്ലിന്നും പിടിച്ചു പിടിച്ചെന്റെ കയ്യിൽ തഴമ്പുട്ടൊരു പാട്, ജോലികൾ ചെയ്തു ചെയ്തെന്റെ തടിയാകെ ക്ഷീണിച്ചിടുന്നുണ്ട് വല്ലാരെ, ക്ഷീണിച്ചിടുന്നുണ്ട് വല്ലാരെ. ആട്ടുകല്ലിന്നും പിടിച്ചു പിടിച്ചെന്റെ കയ്യിൽ തഴമ്പുട്ടൊരു പാട്, ജോലികൾ ചെയ്തു ചെയ്തെന്റെ തടിയാകെ ക്ഷീണിച്ചിടുന്നുണ്ട് വല്ലാരെ, ക്ഷീണിച്ചിടുന്നുണ്ട് വല്ലാരെ. മുത്ത് റസൂലിന്റെ കരളായ പൂമകൾ ഫാത്തിമ ബീവിക്കൊരു നാളിൽ സങ്കടം വന്നപ്പോൾ ഓതുന്നു പൊന്നുപ്പ കണ്ടില്ലേ എന്റെ ഗതികേട്, കണ്ടില്ലേ എന്റെ ഗതികേട്. യുദ്ധത്തടവുകാരിൽ നിന്നും എന്നുപ്പ മോൾക്ക് തരോകില്ലൊരാളെ, വീട്ടിൽ സഹായിക്കാനെങ്കിൽ ഈ മോൾക്ക് സന്തോഷമാവില്ലേ എമ്പാടും, സന്തോഷമാവില്ലേ എമ്പാടും. യുദ്ധത്തടവുകാരിൽ നിന്നും എന്നുപ്പ മോൾക്ക് തരോകില്ലൊരാളെ, വീട്ടിൽ സഹായിക്കാനെങ്കിൽ ഈ മോൾക്ക് സന്തോഷമാവില്ലേ എമ്പാടും, സന്തോഷമാവില്ലേ എമ്പാടും. മുത്ത് റസൂലിന്റെ കരളായ പൂമകൾ ഫാത്തിമ ബീവിക്കൊരു നാളിൽ സങ്കടം വന്നപ്പോൾ ഓതുന്നു പൊന്നുപ്പ കണ്ടില്ലേ എന്റെ ഗതികേട്, കണ്ടില്ലേ എന്റെ ഗതികേട്. മുത്തുനബി അവർ ചൊല്ലുന്നു ഫാത്തിമ എന്റെ കരളല്ലേ എന്നും എന്റെ പുന്നാര മോളല്ലേ, ഞാൻ ചൊല്ലും കാര്യം കാത് കൂർപ്പിച്ചു നീ കേൾക്കില്ലേ, കാത് കൂർപ്പിച്ചു നീ കേൾക്കില്ലേ. മുത്തുനബി അവർ ചൊല്ലുന്നു ഫാത്തിമ എന്റെ കരളല്ലേ എന്നും എന്റെ പുന്നാര മോളല്ലേ, ഞാൻ ചൊല്ലും കാര്യം കാത് കൂർപ്പിച്ചു നീ കേൾക്കില്ലേ, കാത് കൂർപ്പിച്ചു നീ കേൾക്കില്ലേ. മുത്ത് റസൂലിന്റെ കരളായ പൂമകൾ ഫാത്തിമ ബീവിക്കൊരു നാളിൽ സങ്കടം വന്നപ്പോൾ ഓതുന്നു പൊന്നുപ്പ കണ്ടില്ലേ എന്റെ ഗതികേട്, കണ്ടില്ലേ എന്റെ ഗതികേട്. രാവിലുറങ്ങാൻ കിടക്കുന്ന നേരത്ത് നീ ചൊല്ല തസ്ബീഹും തഹ്മീദും 33 പിന്നെ തക്ബീർ 34 മറക്കാതെ ചൊല്ലുക വേണം മടിയാരെ. രാവിലുറങ്ങാൻ കിടക്കുന്ന നേരത്ത് നീ ചൊല്ല തസ്ബീഹും തഹ്മീദും
34 മറക്കാതെ ചൊല്ലുക വേണം മടിയാരെ. മുത്ത് റസൂലിന്റെ കരളായ പൂമകൾ ഫാത്തിമ ബീവിക്കൊരു നാളിൽ സങ്കടം വന്നപ്പോൾ ഓതുന്നു പൊന്നുപ്പ, കണ്ടില്ലേ എന്റെ ഗതികേട്, കണ്ടില്ലേ എന്റെ ഗതികേട്. വീട്ടുവേലക്കാരനെക്കാളുമേറെ അതുകൊണ്ട് നേട്ടം നിനക്കെന്നും കൈവരും നിശ്ചയം. അതിനാൽ ഇനി എന്റെ മോളുടെ കണ്ണ് കലങ്ങല്ലേ, മോളുടെ കണ്ണ് കലങ്ങല്ലേ. വീട്ടുവേലക്കാരനെക്കാളുമേറെ അതുകൊണ്ട് നേട്ടം നിനക്കെന്നും കൈവരും നിശ്ചയം. അതിനാൽ ഇനി എന്റെ മോളുടെ കണ്ണ് കലങ്ങല്ലേ, മോളുടെ കണ്ണ് കലങ്ങല്ലേ. മുത്ത് റസൂലിന്റെ കരളായ പൂമകൾ ഫാത്തിമ ബീവിക്കൊരു നാളിൽ സങ്കടം വന്നപ്പോൾ ഓതുന്നു പൊന്നുപ്പ, കണ്ടില്ലേ എന്റെ ഗതികേട്, കണ്ടില്ലേ എന്റെ ഗതികേട്. പ്രവാചകലബ്ധിക്ക് മുൻപ് തന്നെ നബി ജീവിതത്തെ അനുഭവിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതം നമുക്കെല്ലാം മാതൃകയാണ്. സമൂഹത്തിൽ നടമാടുന്ന തിന്മകൾക്കെതിരെ ആലോചിച്ച് ഹിറാ ഗുഹയിൽ ഏകാന്തവാസം നയിക്കുന്ന തന്റെ ഇഷ്ടത്തോഴന് ഭക്ഷണമെത്തിക്കുവാൻ കിലോമീറ്ററുകൾ കാൽനടയായി മല കയറുന്ന ഖദീജ ബീബിയുടെ ഭർത്തൃസ്നേഹവും സമർപ്പണവുമെല്ലാം എക്കാലത്തുമുള്ള സ്ത്രീകൾക്ക് മാതൃകയാണ്. പ്രവാചകത്വം ലഭിച്ചപ്പോൾ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും എതിരാളികളുടെ അതിക്രമങ്ങൾക്കു മുമ്പിൽ മറയായി നിലകൊള്ളുകയും ചെയ്ത ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിന്റെ വെളിച്ചം എത്രമാത്രം ഉജ്ജ്വലമാണ്. ആറ്റലും കരഞ്ഞു പോയി, ആകെ വാടി തളർന്നു പോയി, ഓമലും പിരിഞ്ഞു പോയി, ഓർമ്മ മാത്രം ബാക്കിയായി. ആറ്റലും കരഞ്ഞു പോയി, ആകെ വാടി തളർന്നു പോയി, ഓമലും പിരിഞ്ഞു പോയി, ഓർമ്മ മാത്രം ബാക്കിയായി. കച്ചവടത്തിൽ ചേർന്നെന്ന് മെച്ചത്തിൽ ലാഭം ലഭിച്ചെന്ന് സൽഗുണത്തെയും അറിയുന്നു ദൂതരെ ബീവി കൊതിക്കുന്നു. വെള്ളാട്ടിപ്പെണ്ണെ വിളിക്കുന്നേ, വെക്കത്തിൽ കാര്യം ചൊല്ലുന്നേ, സമ്മതം ത്വാഹ കൊടുക്കുന്നേ, സന്തോഷം വന്ന് നിറയുന്നേ. ആറ്റലും കരഞ്ഞു പോയി, ആകെ വാടി തളർന്നു പോയി, ഓമലും പിരിഞ്ഞു പോയി, ഓർമ്മ മാത്രം ബാക്കിയായി. 40 ഖദീജയും നൽയുവാവാം മുഹമ്മദും നാഥന്റെ കൽപ്പനയേത്തവേ നൽ ജീവിതം തുടങ്ങുന്നേ. മുത്ത് നബി തൻ തേൻകനി ഉത്തമയാം കുടുംബിനി, മുത്തിസ്ലാമിൻ പാതയിൽ ആദ്യമായി വന്ന പെൺകൊടി. ആറ്റലും കരഞ്ഞു പോയി, ആകെ വാടി തളർന്നു പോയി, ഓമലും പിരിഞ്ഞു പോയി, ഓർമ്മ മാത്രം ബാക്കിയായി. ദീനിന്റെ പുണ്യപാതയിൽ
മാതൃസ്നേഹത്തിന് പകരം നൽകാൻ എന്താണുള്ളത്? ഒരാൾക്ക് ഏറ്റവുമധികം ഉത്തരവാദിത്തമുള്ളത് മാതാവിനോടാണെന്നും മാതൃവിരോധം നരകത്തിലേക്ക് നയിക്കുമെന്നും മാതാപിതാക്കൾക്കുമേൽ കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തിക്കൊടുക്കണമെന്നും കൽപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്നേഹത്തിന്റെ ദീപ്തിയെക്കുറിച്ചാണ് നമ്മെ തെര്യപ്പെടുത്തുന്നത്. ഹദീസ് നിവേദകരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ മാതൃസ്നേഹത്തിന്റെ ഒരു നേരനുഭവം വിവരിച്ചപ്പോൾ അവർക്ക് സ്വർഗമുണ്ടെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്ത അറിയിച്ചത്. പൊള്ളുന്ന മണൽ കാട്ടിൽ പെട്ടൊരു മാതാവും തൻ മക്കളും വിശന്നൊരു വാതിൽക്കൽ മുട്ടിയിടുന്നു. മുഅ്മിനീൻ പ്രിയ മാതാ ആയിഷ തൻ മുന്നിലതാ തളർന്ന ദേഹവുമായി 3 പേർ നിന്നിടുന്നു. പൊള്ളുന്ന മണൽ കാട്ടിൽ പെട്ടൊരു മാതാവും തൻ മക്കളും വിശന്നൊരു വാതിൽക്കൽ മുട്ടിയിടുന്നു. മുഅ്മിനീൻ പ്രിയ മാതാ ആയിഷ തൻ മുന്നിലതാ തളർന്ന ദേഹവുമായി 3 പേർ നിന്നിടുന്നു. തിരിഞ്ഞു പുരക്കകത്തെന്തെങ്കിലും ശേഷിപ്പുണ്ടോ? തിരഞ്ഞു ആ കണ്ണുകൾ 4 ചുമരിനുള്ളിൽ. കിട്ടിയ കാരക്കകൾ 3 കൈ 2 ചിട്ടയിൽ വെച്ചു ബീവി പുഞ്ചിരി തൂകിയിടുന്നു. തിരിഞ്ഞു പുരക്കകത്തെന്തെങ്കിലും ശേഷിപ്പുണ്ടോ? തിരഞ്ഞു ആ കണ്ണുകൾ 4 ചുമരിനുള്ളിൽ. കിട്ടിയ കാരക്കകൾ 3 കൈ 2 ചിട്ടയിൽ വെച്ചു ബീവി പുഞ്ചിരി തൂകിയിടുന്നു. ആഹ്ലാദ ചിത്തയായ മാധവ കാരക്കകൾ ആഹരിക്കാനായി നൽകി മക്കൾ തൻ കരങ്ങളിൽ. വിശപ്പിൻ കാഠിന്യത്താൽ വലഞ്ഞ വയറുകൾ വാങ്ങുന്നു നയനങ്ങൾ കുളിർത്തു പ്രതീക്ഷയാൽ. പൊള്ളുന്ന മണൽ കാട്ടിൽ പെട്ടൊരു മാതാവും തൻ മക്കളും വിശന്നൊരു വാതിൽക്കൽ മുട്ടിയിടുന്നു. മുഅ്മിനീൻ പ്രിയ മാതാ ആയിഷ തൻ മുന്നിലതാ തളർന്ന ദേഹവുമായി 3 പേർ നിന്നിടുന്നു. ശേഷിച്ച ഈത്തപ്പഴം വായിലേക്കിടും നേരം നീളുന്നു മുന്നിലേക്കായി കുരുന്നു കരം വീണ്ടും. വദനം വാടുന്നില്ല, ശിരസ് താഴുന്നില്ല, പകുത്തു കാരക്കയും പകർന്നു സ്നേഹത്താലെ. കാഴ്ചകൾ കണ്ടു നിന്ന് വിവിധൻ കണ്ണിൽ നിന്നും കാണിക്കയായുതിർന്നു കണ്ണുനീർത്തുള്ളി മണ്ണിൽ. മാനവ കുലശ്രേഷ്ഠൻ എത്തിടും നേരം നോക്കി മാനസമലിച്ച സംഭവം ചൊന്നിടുന്നു. വഹിയായി കാര്യം മുൻപേ ഗ്രഹിച്ച തിരുദൂതർ തന്നുടെ വദനത്തിൽ സന്തോഷം നിറയുന്നു. നന്മയാം പ്രവൃത്തിയാൽ മാതാവ് ജന്നത്തിലായി പുകിയ കാര്യം ത്വഹ ബീവിയോടോതിയിടുന്നു. നന്മയാം പ്രവൃത്തിയാൽ മാതാവ് ജന്നത്തിലായി പുകിയ കാര്യം ത്വഹ ബീവിയോടോതിയിടുന്നു. പൊള്ളുന്ന മണൽ കാട്ടിൽ പെട്ടൊരു മാതാവും തൻ മക്കളും വിശന്നൊരു വാതിൽക്കൽ മുട്ടിയിടുന്നു. മുഅ്മിനീൻ പ്രിയ മാതാ ആയിഷ തൻ മുന്നിലതാ തളർന്ന ദേഹവുമായി 3 പേർ നിന്നിടുന്നു.
ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ്. കുഞ്ഞേ നമ്മുടെ മുത്തുനബി, പൂവേ നമ്മുടെ പുണ്യനബി, കുഞ്ഞേ നമ്മുടെ മുത്തുനബി, പൂവേ നമ്മുടെ പുണ്യനബി. യത്തീമായി തീർന്നതും അൽ അമീനായതും ദീനിനു വേണ്ടിയേറെ ത്യാഗം സഹിച്ചതും കേട്ട് കേട്ട് നീയുറങ്ങ് പൂമകനേ നീ, കുഞ്ഞോനെ കേട്ട് കേട്ട് നീയുറങ്ങ് പൂമകനേ നീ. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തായ പൂമകൾ ഫാത്തിമ ബി, തന്നോടെ മക്കളായ ഹസൻ ഹുസൈൻ. മുത്തായ പൂമകൾ ഫാത്തിമ ബി, തന്നോടെ മക്കളായ ഹസൻ ഹുസൈൻ. പേരക്കീടാങ്ങളൊപ്പം പാടി നടന്നതും ആന കളിച്ചതും സ്നേഹം ചോരിഞ്ഞതും കേട്ട് കേട്ട് നീയുറങ്ങ് പൂമകനേ നീ, കുഞ്ഞോനെ കേട്ട് കേട്ട് നീയുറങ്ങ് പൂമകനേ നീ. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ്. കാലം 63 കൊല്ലം ജീവിച്ചു തങ്ങൾ മരിക്കുവോളം. കാലം 63 കൊല്ലം ജീവിച്ചു തങ്ങൾ മരിക്കുവോളം. കളിയായിട്ടാകിലും കള്ളം പറഞ്ഞതില്ല, ആരുടെ മുന്നിലും തലയും കൂനിച്ചതില്ല. കേട്ട് കേട്ട് നീയുറങ്ങ് പൂമകനേ നീ, കുഞ്ഞോനെ കേട്ട് കേട്ട് നീയുറങ്ങ് പൂമകനേ നീ. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ്.
ബനു അബ്ബാസിലെ കുഞ്ഞുങ്ങളെ ഓടുവാൻ കൽപ്പിച്ചു പുണ്യനബി. ബനു അബ്ബാസിലെ കുഞ്ഞുങ്ങളെ ഓടുവാൻ കൽപ്പിച്ചു പുണ്യനബി. കൂടെയായി ചേർന്നതും വാരിപ്പുണർന്നതും സമ്മാനമായി പൊന്നുങ്ങ കൊടുത്തതും കേട്ട് കേട്ട് നീ ഉറങ്ങ് പൂമകനെ നീ കുഞ്ഞോനെ. കേട്ട് കേട്ട് നീ ഉറങ്ങ് പൂമകനെ നീ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കല്ലെറിഞ്ഞുള്ള ത്വായിഫുകാരെ ശിക്ഷിക്കാൻ അനുവാദം തേടി ജിബ്രീൽ. കല്ലെറിഞ്ഞുള്ള ത്വായിഫുകാരെ ശിക്ഷിക്കാൻ അനുവാദം തേടി ജിബ്രീൽ. എല്ലാം ക്ഷമിച്ചതും പ്രാർത്ഥന ചെയ്തതും കുഞ്ഞു തലമുറയിൽ സ്വപ്നങ്ങൾ കണ്ടതും കേട്ട് കേട്ട് നീ ഉറങ്ങ് പൂമകനെ നീ കുഞ്ഞോനെ. കേട്ട് കേട്ട് നീ ഉറങ്ങ് പൂമകനെ നീ. കുഞ്ഞേ നമ്മുടെ മുത്തുനബി, പൂവേ നമ്മുടെ പുണ്യനബി. യതീമായി തീർന്നതും അൽആമീനായതും ദീനിനു വേണ്ടിയേറെ ത്യാഗം സഹിച്ചതും കേട്ട് കേട്ട് നീ ഉറങ്ങ് പൂമകനെ നീ കുഞ്ഞോനെ. കേട്ട് കേട്ട് നീ ഉറങ്ങ് പൂമകനെ നീ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നടുത്തിയിടുന്നേ. മക്കം ഫതഹിന്റെ നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തല കുനിച്ചിടുന്നേ. മുഹമ്മദ് നബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നടുത്തിയിടുന്നേ. മക്കം ഫതഹിന്റെ നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തല കുനിച്ചിടുന്നേ. അൽ അമീനാണെന്ന് കാണുന്നവർക്കൊല്ലും പറഞ്ഞ് അല്ലലില്ലാതെ 40 കൊല്ലക്കാലം കഴിഞ്ഞ് നുബുവത്ത് ലഭിച്ചപ്പോൾ ഭയത്താലെ വലഞ്ഞ്
നബിയുടെ മനസ്സിൽ ഓർമ്മകൾ വന്ന് നിറഞ്ഞ് അൽ അമീനാണെന്ന് കാണുന്നവർക്കൊല്ലും പറഞ്ഞ് അല്ലലില്ലാതെ 40 കൊല്ലക്കാലം കഴിഞ്ഞ് നുബുവത്ത് ലഭിച്ചപ്പോൾ ഭയത്താലെ വലഞ്ഞ് നബിയുടെ മനസ്സിൽ ഓർമ്മകൾ വന്ന് നിറഞ്ഞ് എത്തിര വേദന അന്നു സഹിച്ചെന്നേ ഓർക്കാൻ പലതുണ്ടി തരുണത്തിൽ ഹൃത്തടമിങ്ങുന്നേ മനസ്സിലുണ്ട് നൊന്തുപെറ്റ പുന്നാരും ആ പോറ്റി വളർത്തിയ ബീവി ഹലീമ അത്തരുമെത്തിര ചിത്തിര ഓർമ്മ മുഹമ്മദ് നബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നടുത്തിയിടുന്നേ മക്കം ഫത്ഹിന്റെ നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തല കുനിച്ചിടുന്നേ ഓർമ്മിക്കുന്നു നുബുവത്തിനാദ്യ നാളിലെന്ന് കലിമത്ത് പറഞ്ഞുള്ള നേരത്ത് ഓടിയടുത്തന്ന് വരെ സ്നേഹം ചൊരിഞ്ഞവർ ചളിൽ വാരി എറിഞ്ഞല്ലോ ദേഹത്ത് ഓർമ്മിക്കുന്നു നുബുവത്തിനാദ്യ നാളിലെന്ന് കലിമത്ത് പറഞ്ഞുള്ള നേരത്ത് ഓടിയടുത്തന്ന് വരെ സ്നേഹം ചൊരിഞ്ഞവർ ചളി വാരി എറിഞ്ഞല്ലോ ദേഹത്ത് കഴുത്തിലായൊട്ടകത്തിൻ കുടൽ മല കമഴ്ത്തി കടുത്ത വാക്കുകളാലെ മനസ്സിനെ തളർത്തി കുടുങ്ങിയിട്ടൊടുവിൽ ത്വായിഫിൽ ചെന്നു കുഴങ്ങി കുടിലരെ ദ്രോഹത്താലെ അവിടുന്നും മടങ്ങി കഴുത്തിലായൊട്ടകത്തിൻ കുടൽ മല കമഴ്ത്തി കടുത്ത വാക്കുകളാലെ മനസ്സിനെ തളർത്തി കുടുങ്ങിയിട്ടൊടുവിൽ ത്വായിഫിൽ ചെന്നു കുഴങ്ങി കുടിലരെ ദ്രോഹത്താലെ അവിടുന്നും മടങ്ങി കലിമ മൊഴിഞ്ഞുള്ളവരെ വിളിപ്പിച്ച് കുഫറിന്റെ കൂട്ടർ ക്രൂരമിൽ മർദ്ദനമുറകളതേൽപ്പിച്ച് ഒടുവിലന്ന് നാഥൻ തന്റെ കൽപ്പന വന്ന് നാടും വിട്ട് പോകണമെന്ന് നന്നായി ചെന്ന് മദീനയിൽ ചേർന്ന് മുഹമ്മദ് നബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നടുത്തിയിടുന്നേ മക്കം ഫത്ഹിന്റെ നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തല കുനിച്ചിടുന്നേ ചേർന്നുള്ള ചരിതങ്ങളേറെ സ്മരിച്ചതാ നബി തങ്ങൾ അടുത്ത് വന്നിടുന്നേ ചൂളി വിറച്ചുകൊണ്ട് നിൽക്കുന്നവരോടായി പ്രവാചകൻ മെല്ലെ മൊഴിഞ്ഞിടുന്നേ ചേർന്നുള്ള ചരിതങ്ങളേറെ സ്മരിച്ചതാ നബി തങ്ങൾ അടുത്ത് വന്നിടുന്നേ ചൂളി വിറച്ചുകൊണ്ട് നിൽക്കുന്നവരോടായി പ്രവാചകൻ മെല്ലെ മൊഴിഞ്ഞിടുന്നേ എന്നിൽ നിന്നും നിങ്ങൾ എന്തു പ്രതീക്ഷിപ്പെന്നുരക്ക് എല്ലാവരിൽ കരുണയിൽ നോക്കി നബി ശരിക്ക് മൊഴിഞ്ഞുടൻ നേതാവപ്പോൾ മുഹമ്മദെ പൊറുക്ക് മുറിവുള്ള മനസ്സിനെ കരുണയാൽ നിറക്ക് എന്നിൽ നിന്നും നിങ്ങൾ എന്തു പ്രതീക്ഷിപ്പെന്നുരക്ക് എല്ലാവരിൽ കരുണയിൽ നോക്കി നബി ശരിക്ക് മൊഴിഞ്ഞുടൻ നേതാവപ്പോൾ മുഹമ്മദെ പൊറുക്ക് മുറിവുള്ള മനസ്സിനെ കരുണയാൽ നിറക്ക് മുത്തുനബിയും മാപ്പ് കൊടുക്കുന്നേ ഉമ്മുൽ ഖുറായും മുത്തിസ്ലാമിൻ നാടായി മാറുന്നേ മുത്ത് ബിലാലിൻ ബാങ്കുലി മുഴങ്ങിടുന്നേ കഅബ തൻ മുകളിൽ അന്ന് ഒക്കെ മഹത്തവൻ തൻ തിരുകൽപ്പന മുഹമ്മദ് നബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നടുത്തിയിടുന്നേ മക്കം ഫത്ഹിന്റെ നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തല കുനിച്ചിടുന്നേ മുഹമ്മദ് നബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നടുത്തിയിടുന്നേ മക്കം ഫത്ഹിന്റെ നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തല കുനിച്ചിടുന്നേ അനുജത്തി നാം നാളെ ചെന്നെത്തേണ്ടുന്ന മണ്ണറ അവിടെ തന്നെയാ നാളെ നമ്മുടെ മണിയറ പാരം കാലം നാം ചെന്നു കിടക്കേണ്ട ജയിലറ പരൻ വിളി കേൾക്കുമ്പോൾ ചെല്ലണം നാം മഹ്ശറ അനുജത്തി നാം നാളെ ചെന്നെത്തേണ്ടുന്ന മണ്ണറ അവിടെ തന്നെയാ നാളെ നമ്മുടെ മണിയറ പാരം കാലം നാം ചെന്നു
കിടക്കേണ്ട ജയിലറ. പരൻ വിളി കേൾക്കുമ്പോൾ ചെല്ലണം നാം മഹ്ശറ. മേനി നടിച്ചിട്ട് മേനി കാട്ടി നടക്കുമ്പോൾ മേൽമ നബിയുടെ തേൻമൊഴി തെറ്റി നീങ്ങുമ്പോൾ. മേനി നടിച്ചിട്ട് മേനി കാട്ടി നടക്കുമ്പോൾ മേൽമ നബിയുടെ തേൻമൊഴി തെറ്റി നീങ്ങുമ്പോൾ. ദേഹം നരകത്തിൽ വെന്ത് നീറുന്ന നേരത്ത് ദേഹിയല്ലാതാരും കൂടെയില്ലപ്പോൾ ചാരത്ത്. ദേഹം നരകത്തിൽ വെന്ത് നീറുന്ന നേരത്ത് ദേഹിയല്ലാതാരും കൂടെയില്ലപ്പോൾ ചാരത്ത്. അനുജത്തി നാം നാളെ ചെന്നെത്തേണ്ടുന്ന മണ്ണറ. അവിടെ തന്നെ ആ നാളെ നമ്മുടെ മണിയറ. തലമൂടി കാട്ടി നടന്നിടും നേരം ചിന്തിക്കേ തീയാലെ മക്കന ചുറ്റും മൗലിയിലെന്നോക്ക്. തലമൂടി കാട്ടി നടന്നിടും നേരം ചിന്തിക്കേ തീയാലെ മക്കന ചുറ്റും മൗലിയിലെന്നോക്ക്. ഓടി നടന്ന് വേദന കൊണ്ട് പുളയും നീ ഓർക്കേണമൊപ്പം മറ്റൊരാളില്ലോറ്റ കാണൂ നീ. ഓടി നടന്ന് വേദന കൊണ്ട് പുളയും നീ ഓർക്കേണമൊപ്പം മറ്റൊരാളില്ലോറ്റ കാണൂ നീ. അനുജത്തി നാം നാളെ ചെന്നെത്തേണ്ടുന്ന മണ്ണറ. അവിടെ തന്നെയാ നാളെ നമ്മുടെ മണിയറ. പതിതൻ മുന്നിലല്ലാതെ കൊഞ്ചി നീ അഴിഞ്ഞാടല്ലേ. പടച്ചോന്റെ ശാസനത്തെല്ലും കാറ്റിൽ പറത്തല്ലേ. പതിതൻ മുന്നിലല്ലാതെ കൊഞ്ചി നീ അഴിഞ്ഞാടല്ലേ. പടച്ചോന്റെ ശാസനത്തെല്ലും കാറ്റിൽ പറത്തല്ലേ. ദുനിയാവിൽ കാന്തന്റെ പ്രീതി നീയേറെ വാങ്ങിച്ചോ. ദുരിതം നിനക്കില്ല ജന്നത്തിൽ സീറ്റുറപ്പിച്ചോ. ദുനിയാവിൽ കാന്തന്റെ പ്രീതി നീയേറെ വാങ്ങിച്ചോ. ദുരിതം നിനക്കില്ല ജന്നത്തിൽ സീറ്റുറപ്പിച്ചോ. അനുജത്തി നാം നാളെ ചെന്നെത്തേണ്ടുന്ന മണ്ണറ. അവിടെ തന്നെയാ നാളെ നമ്മുടെ മണിയറ. മഹ്ശറ നാളിന്റെ കാര്യം നീ എന്നും ഓർമ്മിച്ചോ. മണ്ണിൽ തികച്ചും നീ മുത്തഖിയായി ജീവിച്ചോ. മഹ്ശറ നാളിന്റെ കാര്യം നീ എന്നും ഓർമ്മിച്ചോ. മണ്ണിൽ തികച്ചും നീ മുത്തഖിയായി ജീവിച്ചോ. മന്നാന്റെ മുന്നിൽ
അപേക്ഷിച്ചോ മരണം നിഴലായി നിൻ കൂടെയുണ്ടല്ലോ സൂക്ഷിച്ചോ മന്നാന്റെ മുന്നിൽ ഹിദായത്തിനായി അപേക്ഷിച്ചോ മരണം നിഴലായി നിൻ കൂടെയുണ്ടല്ലോ സൂക്ഷിച്ചോ അനുജത്തെ നാം നാളെ ചെന്നെത്തേണ്ടുന്ന മണ്ണറ അവിടെ തന്നെയാ നാളെ നമ്മുടെ മണിയറ പാരം കാലം നാം ചെന്നു കിടക്കേണ്ട ജയിലറ പരൻ വിളി കേൾക്കുമ്പോൾ ചെല്ലണം നാം മഹ്ശറ പരൻ വിളി കേൾക്കുമ്പോൾ ചെല്ലണം നാം മഹ്ശറ പരൻ വിളി കേൾക്കുമ്പോൾ ചെല്ലണം നാം മഹ്ശറ